2019 പുറത്തിറങ്ങിയ വളരെ വ്യത്യസ്തമായ ഒരു അമേരിക്കൻ ഫാന്റസി സിനിമയാണ് ദ മാൻ വിത്തൌട്ട് ഗ്രാവിറ്റി. സിനിമ ആരംഭിക്കുന്നത് നറ്റാലിയ എന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പ്രസവ സമയം എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ അമ്മ അലീനയും അവളോടൊപ്പമുണ്ടായിരുന്നു. നറ്റാലിയയുടെ ആരോഗ്യനില പെട്ടെന്ന് മോശമാകുകയും അമ്മ ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ രാത്രി ഏറെ വൈകിയതിനാൽ ആശുപത്രിയിൽ കൂടുതലായി ഡോക്ടർമാരില്ലായിരുന്നു. അവിടെ ഒരു നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നേഴ്സ് തന്നെയാണ് നറ്റാലിയയുടെ ഡെലിവറി നടത്തുന്നത്. അങ്ങനെ നറ്റാലിയയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ആ കുഞ്ഞിനെ കണ്ടതോടെ എല്ലാവരും അതിശയത്തിലും ആശങ്കയിലുമാകുന്നു. അവർ കാണുന്നതെല്ലാം വിശ്വസിക്കാൻ അവർക്കാകുന്നില്ല. കാരണം കുഞ്ഞ് ജനിച്ചയുടൻ തന്നെ വായുവിൽ പറക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട നറ്റാലിയയും അത്ഭുതപ്പെടുകയും നമ്മുടെ വീട്ടിലൊരു ഏഞ്ചൽ കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന് അമ്മയോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ നറ്റാലിയയുടെ അമ്മ അലീന ഒരു പരിചയസമ്പന്നയും ബുദ്ധിമതിയുമായ സ്ത്രീ ആയതിനാൽ ഇതൊരു സാധാരണ കുഞ്ഞല്ലെന്ന് അവർ ഉടൻ മനസ്സിലാക്കുന്നു. ആ കുഞ്ഞ് ഗുരുത്വാകർഷണമില്ലാതെ ജനിച്ചവനാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ വളരെ ദരിദ്രരും സുരക്ഷിതത്വമില്ലാത്തവരുമായതിനാൽ നേഴ്സ് എത്ര പറഞ്ഞാലും കേൾക്കാതെ അവർ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ശേഷം നറ്റാലിയയുടെ അമ്മ അവളോടൊരു വിചിത്രമായ ചോദ്യം ചോദിക്കുന്നു. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ നറ്റാലിയയ്ക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അമ്മ അവളോട് പറയുന്നു, ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഈ കാര്യം നമ്മൾ രഹസ്യമായി സൂക്ഷിക്കണം. ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അവർ കുഞ്ഞിനൊരു പേര് തെരഞ്ഞെടുത്ത് ഓസ്കർ എന്ന് പേരിടുന്നു. ഓസ്കർ ഒരു സാധാരണ കുഞ്ഞല്ലായിരുന്നു. അവനെ നോക്കിക്കൊള്ളുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ അവൻ ഉടൻ തന്നെ മേൽക്കൂരയിൽ ഒട്ടിപ്പിടിക്കുകയും ഏറെ സമയം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് കണ്ട് അവന്റെ മുത്തശ്ശി അവൻ നിലത്ത് തന്നെ നിലനിൽക്കാൻ അവനായി പല ബെൽറ്റുകളും ഉണ്ടാക്കുന്നു. കുഞ്ഞിന് പരിക്കേൽക്കാതിരിക്കാൻ മേൽക്കൂരയും അവർ സോഫ്റ്റ് സാധനങ്ങൾ വെച്ചൊട്ടിക്കുന്നു. അവനെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടാൽ അവൻ പറന്ന് ആകാശത്തേക്കോ സ്പേസിലേക്കോ പോകുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഓസ്കറിനെക്കുറിച്ച് അവർ വളരെ ജാഗ്രത പുലർത്തുന്നു. മുത്തശ്ശിയും അമ്മയും അവനെ ഏറെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. സമയം കടന്നു പോകുമ്പോൾ ഓസ്കർ വളരാൻ തുടങ്ങുന്നു. എന്നാൽ അവൻ വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നു. കാരണം മുത്തശ്ശി അവനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. വീട്ടിലിരുന്ന് അവൻ മിക്കവാറും ടിവിയിൽ സൂപ്പർമാന്റെ കാർട്ടൂണുകൾ കാണുകയും സ്വയം ഒരു സൂപ്പർ ഹീറോ ആണെന്ന് സങ്കല്പിക്കുകയും ചെയ്യും. ഒരുപാട് തവണ ഓസ്കർ അമ്മയോട് ചോദിക്കും, എന്നെ പുറത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? എന്നാൽ അമ്മ അവന്റെ ചോദ്യങ്ങൾ അവഗണിക്കും. ജനലിലൂടെ പുറത്തുള്ള കുട്ടികളെ, സ്കൂളിലേക്ക് പോകുന്നവരെ, സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നവരെ ഓസ്കർ അതീവ ആഗ്രഹത്തോടെയാണ് നോക്കുന്നത്. സ്വതന്ത്ര ജീവിതം അവൻ വളരെ അധികം മിസ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ തടവിലായിരിക്കുമോ എന്ന ചിന്ത അവനെ അലട്ടുന്നു. ഒരു ദിവസം വീട്ടിനുള്ളിൽ കഴിയുന്നതിൽ മടുത്ത് ഓസ്കർ ജനലിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അത് കണ്ട മുത്തശ്ശിക്ക് വളരെ ദേഷ്യം വരുന്നു. ഈ സംഭവത്തിന് ശേഷം മുത്തശ്ശി എല്ലാ ജനലുകളും പൂർണ്ണമായും അടച്ചുപൂട്ടുന്നു. നീ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. സ്കൂളിലേക്ക് പോകുന്ന ആ കുട്ടികളെപ്പോലെ നീ ജീവിക്കില്ല. നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്ന് മുത്തശ്ശി ഓസ്കറോട് പറയുന്നു. ഇത് കേട്ട് നറ്റാലിയയ്ക്ക് വളരെ ദേഷ്യം വരുന്നു. എത്ര കാലം നമ്മൾ അവനെ ഈ തടവറയിൽ അടച്ചുവെക്കും? ഒരു നാൾ അവൻ പുറത്തേക്ക് പോകേണ്ടതില്ലേ എന്ന് നറ്റാലിയ ചോദിക്കുന്നു. തുടർന്ന് നറ്റാലിയ ഓസ്കറിനായി ഒരു ജാക്കറ്റ് വാങ്ങുന്നു. അതിന്റെ പോക്കറ്റുകളിൽ 2 കല്ലുകൾ ഇടുന്നു. അമ്മയുടെ വാക്കുകൾ അവഗണിച്ച് നറ്റാലിയ ഓസ്കറിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ അവനോട് പറയുന്നു, സൂപ്പർമാൻ പോലെ നിന്റെ രഹസ്യം ആരോടും പറയരുത്, അല്ലെങ്കിൽ നിനക്കൊരിക്കലും സൂപ്പർമാൻ ആകാൻ കഴിയില്ല എന്നും പറയുന്നു. ഒരു ദിവസം ഓസ്കർ അമ്മയോടൊപ്പം സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയുമായി ഇടിച്ചുമുട്ടുന്നു. അവളുടെ പേര് അഗാഥ. അവളുടെ കയ്യിലെ സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു. അവൾ ഓസ്കറോട് ദേഷ്യപ്പെടുകയും ശിക്ഷയായി 2 വെള്ളക്കുപ്പികൾ കൊടുത്ത് ഇതെന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും പറയുന്നു. ആദ്യം ഓസ്കർ നിരസിച്ചെങ്കിലും അഗാഥയുടെ ആവർത്തനത്തെ തുടർന്ന് അവൻ സമ്മതിക്കുന്നു. അമ്മയോട് പറയാതെയാണ് അവൻ അവളോടൊപ്പം പോകുന്നത്. ഓസ്കറുടെ കയ്യിൽ ഭാരമുള്ള 2 കുപ്പികളും പോക്കറ്റിൽ കല്ലുകളും ഉണ്ടായതിനാൽ അവന് വളരെ ഭാരമേറിയതായി തോന്നുന്നു. അവൻ പോക്കറ്റിലെ കല്ലുകളെടുത്ത് എറിഞ്ഞുകളയുന്നു. ഇതോടെ അഗാധയുമായി അവന് സൗഹൃദം ആരംഭിക്കുന്നു. അഗാധ വീട്ടിലെത്തിയ ശേഷം വെള്ളക്കുപ്പികൾ ചോദിക്കുമ്പോൾ ഓസ്കർ അവൾക്ക് കൊടുക്കാൻ മടിക്കുന്നു. കാരണം കുപ്പികൾ വിട്ടാൽ താൻ പറന്നുപോകുമെന്നവനറിയാം. എന്നാൽ അഗാധയ്ക്കിത് മനസ്സിലാകാതെ അവ കുപ്പികൾ പിടിച്ചെടുക്കുന്നു. അതിനൊപ്പം തന്നെ ഓസ്കർ വായുവിൽ പറക്കാൻ തുടങ്ങുന്നു. ചുറ്റും കെട്ടിടങ്ങൾ ഉണ്ടായതിനാൽ അവൻ വളരെ ഉയരത്തിൽ പോകുന്നില്ല. ഇത് കണ്ട അഗാധ അതിശയിച്ച് അവനെ സൂപ്പർമാൻ എന്ന് വിളിക്കുന്നു. ഓസ്കർ സഹായം ചോദിക്കുന്നു. ഉടൻ അഗാധ മുറിയിലേക്ക് ഓടിപ്പോയി കല്ലുകൾ നിറഞ്ഞ ഒരു പിങ്ക് ബാഗ് കൊണ്ടുവരുന്നു.
അങ്ങനെ ആ പ്ലാൻ വിജയിക്കുകയും ഓസ്കർ താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവരുടെ സൗഹൃദം കൂടുതൽ ആഴത്തിലാകുന്നു. ഓസ്കർ അഗാധയോട് ഈ കാര്യം വളരെ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പറയുന്നു. അതേസമയം ഓസ്കർ കാണാതായതോടെ അവന്റെ അമ്മയും മുത്തശ്ശിയും ഏറെ വിഷമിക്കുന്നു. അവർ അവനെ എല്ലായിടത്തും തിരയുന്നു. പോക്കറ്റിലുണ്ടായിരുന്ന കല്ലുകൾ നിലത്തു വീണുകിടക്കുന്നത് കണ്ടപ്പോൾ അവൻ പറന്നുപോയിരിക്കുമോ എന്നവർ ഭയപ്പെടുന്നു. എന്നാൽ അഗാധ നൽകിയ ആ ബാഗുമായി ഓസ്കർ വീട്ടിലെത്തുന്നു. അവൻ അമ്മയോട് അഗാധയെക്കുറിച്ച് പറയുന്നു. നിന്റെ രഹസ്യം അവളോട് പറഞ്ഞോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഓസ്കർ കള്ളം പറഞ്ഞ് നിഷേധിക്കുന്നു. ഓസ്കറും അഗാധയും പല ദിവസങ്ങളായി തമ്മിൽ കാണുന്നു. പിന്നീടൊരു ദിവസം ആ രഹസ്യം അഗാധയ്ക്ക് അറിയാമെന്ന് നറ്റാലിയയ്ക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം നറ്റാലിയ ഓസ്കറിനെ അഗാധയെ കാണാൻ അനുവദിക്കുന്നില്ല. അഗാധ പലതവണ വീട്ടിൽ വന്നാലും നറ്റാലിയ അവിടെ വാതിലിൽ നിന്ന് തന്നെ തിരികെ അയക്കുന്നു. ഓസ്കാറിന്റെ അമ്മയുടെ ഈ പെരുമാറ്റം അയൽവാസികൾക്ക് സംശയമുണ്ടാക്കുന്നു. ഓസ്കാറിന്റെ അമ്മയും മുത്തശ്ശിയും അവനോട് ശരിയായ രീതിയിലല്ല പെരുമാറുന്നത് എന്ന് അവർക്ക് സംശയമുണ്ടായി. അവനെ സ്കൂളിൽ വിടാത്തതും അവർ ശ്രദ്ധിച്ചു. അങ്ങനെ അയൽവാസികൾ ഈ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് പിറ്റേന്ന് വീട്ടിൽ വന്ന് അവനെ സ്കൂളിൽ വിടാൻ വാർണിംഗ് കൊടുക്കുകയും ചെയ്തു. പോലീസിന്റെ പ്രഷർ കാരണം നറ്റാലിയയ്ക്ക് ഓസ്കാറുടെ സ്കൂളിൽ വിടേണ്ടി വന്നു. നറ്റാലിയ ഓസ്കറിനൊപ്പം സ്കൂളിൽ പോകുന്നു. അവിടെ വെച്ച് നറ്റാലിയയ്ക്ക് മനസ്സിലാകുന്നു ഓസ്കറിന് ഒരിക്കലും ഒരു സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന്. അവൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാം മനസ്സിലാക്കിയ ശേഷം അവർ ആ വീട് വിട്ട് വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റാൻ തീരുമാനിക്കുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു. ഓസ്കർ യുവാവാകുന്നു. അമ്മ വളരെ വയസ്സാകുന്നു. മുത്തശ്ശി മരിക്കുന്നു. അഗാധ നൽകിയ ആ പിങ്ക് ബാഗ് ഓസ്കർ ഇന്നും ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. ഉറങ്ങുമ്പോഴും അത് അവന്റെ കൂടെയുണ്ട്. എന്നാൽ അവന്റെ ജീവിതശൈലി അതേപടി തുടരുന്നു. വീട്ടിനുള്ളിൽ തന്നെ രഹസ്യ ജീവിതം. ഓസ്കർ ജീവിതം മടുത്തു തുടങ്ങുന്നു. ലോകം എന്റെ രഹസ്യമറിഞ്ഞാൽ ഞാൻ സൂപ്പർമാനെ പോലെ പ്രശസ്തനാകും എന്നവൻ ചിന്തിക്കുന്നു. പക്ഷെ അമ്മ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ലോകമറിഞ്ഞാൽ അവനെ നഷ്ടപ്പെടുമെന്ന ഭയമാണ് അമ്മയ്ക്ക്. അമ്മയുടെ വാക്കുകൾ മാനിച്ച് അവൻ സഹിക്കുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. അമ്മയോട് പറയാതെ അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. അവനൊരു മാജിക് ഷോയിൽ എത്തുന്നു. അവിടെ തന്റെ കഴിവ് കാണിക്കുന്നു. ആ രാത്രി തന്നെ ഷോ ഹിറ്റാകുന്നു. അമ്മയും ടിവിയിൽ അത് കാണുന്നു. പലരും ഓസ്കറെ തിരിച്ചറിയുന്നു. അവൻ പ്രശസ്തനാകുന്നു. അടുത്ത ദിവസം ഡേവിഡ് എന്ന ഒരു കണ്ടന്റ് ഏജന്റ് അവനെ സമീപിക്കുന്നു. നിനക്ക് വലിയ ഷോകൾ സംഘടിപ്പിച്ച് പ്രശസ്തനാകാം എന്നയാൾ പറയുന്നു. ഓസ്കറിന് വലിയൊരു വീട് നൽകുകയും ഒരു കരാറിൽ ഒപ്പിടിക്കുകയും ചെയ്യുന്നു. ഓസ്കർ ദ മാൻ വിതൗട്ട് ഗ്രാവിറ്റി എന്ന പേരിൽ പ്രശസ്തനാകുന്നു. അവർ വളരെ പണം സമ്പാദിക്കുന്നു. പക്ഷെ ഒരു ദിവസം ഓസ്കർ തിരിച്ചറിയുന്നു താൻ ഒരു സൂപ്പർ ഹീറോ അല്ലെന്നും ആളുകളുടെ വിനോദത്തിനായുള്ള ഒരു കളിപ്പാവ മാത്രമാണെന്നും അവൻ തിരിച്ചറിയുന്നു. ഫോട്ടോഷൂട്ടുകളും മാജിക് ഷോകളും അവനെ വെറുത്തു തുടങ്ങുന്നു. അവന്റെ അമ്മയെയും മുത്തശ്ശിയെയും മോശമായി ചിത്രീകരിച്ച ചില ഡോക്യുമെന്ററികൾ അവനെ വളരെ അധികം വേദനിപ്പിക്കുന്നു. അവസാന ഷോയിൽ അവനെ ഏഞ്ചൽ വേഷമണിയിക്കുന്നു. ഞാൻ ഏഞ്ചൽ അല്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ സ്റ്റേജിൽ ആളുകളെ ശാസിക്കുന്നു. തുടർന്ന് അവൻ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഏജന്റിനോട് ദ മാൻ വിതൗട്ട് ഗ്രാവിറ്റി മരിച്ചു അല്ലെങ്കിൽ പറന്നുപോയി എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് അവൻ അമ്മയോടും യാത്ര പറയുന്നു. ഓസ്കറിന് ഒരു പുതിയ ജീവിതം വേണമായിരുന്നു. അടുത്ത ദിവസം വാർത്തയിൽ വരുന്നു, ദ മാൻ വിതൗട്ട് ഗ്രാവിറ്റി മരിച്ചു. വർഷങ്ങൾ കടന്നുപോകുന്നു. അമ്മ ഒറ്റയ്ക്കായി. പിന്നീട് അമ്മയും മരിക്കുന്നു. ഓസ്കർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. രഹസ്യം മറയ്ക്കാൻ വലിയ താടിയും വീൽചെയറും ഉപയോഗിച്ച് പേരും മാറ്റി ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്നു. ഒരു ദിവസം അവന്റെ ബാല്യകാല സുഹൃത്ത് അഗാധ അവനെ കണ്ടുമുട്ടുന്നു. പിങ്ക് ബാഗ് കണ്ടാണ് അവൾ അവനെ തിരിച്ചറിയുന്നത്. അവർ വീണ്ടും ഒന്നിക്കുന്നു. പിന്നീട് പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നു. ബാല്യകാലത്തിൽ കണ്ടുമുട്ടിയ വീട്ടിൽ തന്നെ താമസം ആരംഭിക്കുന്നു. ഇവിടെ സിനിമ അവസാനിക്കുന്നു.